ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. അപ്പം മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞത്, ഇന്നെന്താ സംഭവിച്ചത്? ഓക്കെ, മാർക്കറ്റ് എന്താ സംഭവിച്ചത്? ഇന്ന് കറക്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു അല്ലേ? ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് പെട്ടെന്ന് താഴോട്ട് വന്നു അല്ലേ? പെട്ടെന്ന് താഴോട്ട് വന്നു. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് ഏതൊരു സൈഡിലേക്കും പെട്ടെന്ന് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം, മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് മാത്രമേ നമ്മളൊരു ട്രേഡ് എടുക്കാവൂ. കാരണം ഞാൻ എന്നാളിലും പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഇവിടുന്ന് പെട്ടെന്ന് താഴോട്ട് വന്നു. അപ്പം ഇന്നലെ പൊട്ട് വാങ്ങിച്ച് വെച്ചിരുന്നവർക്കെല്ലാം ഒരു പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും ഇല്ലേ? ഈ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്? ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാകും. ബൈയിങ് പ്രഷർ ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് നേരെ തിരിച്ച് മേലോട്ട് പോകും. മേലോട്ട് പോയി സസ്റ്റെയിൻ ആയതിന് ശേഷമാണ് പിന്നെ നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ശരിയല്ലേ? അങ്ങനെ തന്നെ നമ്മൾക്ക് ഇവിടെ ഒരു സൂപ്പർ 2 എൻട്രി കിട്ടി ഇല്ലേ? ആദ്യത്തെ ഒരു എൻട്രി നമ്മളിവിടെ എന്താ ചെയ്തത്? ഈ ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ വെയിറ്റ് ചെയ്തു. മാർക്കറ്റ് തിരിച്ച് കയറിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എൻട്രി ഇവിടെ എടുത്തു അല്ലേ? ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇവിടുന്ന് ഇങ്ങോട്ട് നല്ലപോലെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ശരിയല്ലേ പറഞ്ഞേ? ഇവിടെ നമ്മൾ ക്യാപ്ചർ ചെയ്തു. വീണ്ടും ഇത് തിരിച്ച് കയറിയപ്പം നമ്മൾ വീണ്ടും എൻട്രി എടുത്തു അല്ലേ? അങ്ങനെ 2 എൻട്രി നമുക്ക് കിട്ടി. ആ 2 എൻട്രിയിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി അല്ലേ? അപ്പം ഇനിയിപ്പം മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇപ്പം ഒരു അൺസർട്ടനിറ്റി സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. കാരണം മാർക്കറ്റ് സംശയത്തിൻ്റെ നിഴലില്ല. അങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ മാർക്കറ്റ് എങ്ങോട്ടും പോവുകയില്ല. അപ്പോൾ എങ്ങനെ മാർക്കറ്റിന് ഒരു കൺഫർമേഷൻ വേണം. ഇപ്പോൾ കേൾക്കുന്ന അലിഗേഷൻ അത് ശരിയാണോ തെറ്റാണോ, അത് മാർക്കറ്റ് മുഖവിലയ്ക്ക് എടുക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അത് ഇവരുടെ ചോദ്യങ്ങളും അവരുടെ ആൻസറുകളും അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നൊക്കെ ഉള്ളത് ശരിക്കും അനലൈസ് ചെയ്തിട്ട് മാത്രം മാർക്കറ്റിൽ അത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ, മാർക്കറ്റിന് അത് മനസ്സിലായെങ്കിൽ മാത്രമേ മാർക്കറ്റ് അതിനോട് പ്രതികരിക്കത്തുള്ളൂ, നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടായാലും. അപ്പം നമുക്ക് 2 ഓപ്പർച്യൂണിറ്റി കിട്ടി, അതുകൊണ്ട് നമ്മൾ പരിപാടി നിർത്തി. പിന്നെ മാർക്കറ്റ് എങ്ങോട്ട് പോയാലും നമ്മുടെ വിഷയമുള്ള കാര്യം അല്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു പൊസിഷണൽ കോൾ എടുത്തായിരുന്നു. ഈ ടോപ്പിൽ വന്നപ്പം നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് ഒരു പൊസിഷൻ കോൾ എടുത്തായിരുന്നു. അത് നാളെ എന്ത് സംഭവിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ നിലവിൽ കോസ്റ്റാണ് നിൽക്കുന്നത് ഇല്ലേ? എനിവേ, അപ്പം നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്നു നോക്കാം. മാർക്കറ്റ് ഇപ്പം ഇവിടെ വന്നിട്ട് നേരെ തിരിച്ചിവിടെ വന്നു. ഏകദേശം ഒരു ഡോജി പോലെ ആയിരിക്കും ഇന്ന് മാർക്കറ്റ് ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഏകദേശം ഒരു ചെറിയ ഡോജി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. മാർക്കറ്റ് എവിടുന്ന് പോയോ ആ റേഞ്ചിൽ തന്നെ തിരിച്ച് ഓൾമോസ്റ്റ് വന്നെത്തി നിൽക്കുകയാണ് ഇല്ലേ? ഏകദേശം ഒരു 10-30 പോയിൻറ്റിൻ്റെ ഗെയിൻ മാത്രമേ അതിനകത്തുള്ളൂ അല്ലേ? എത്ര 50 പോയിൻറ്റിൻ്റെ ഗെയിൻ മാത്രമേ ഇന്ന് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പം നാളെ ഇനി എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പോഴും മാർക്കറ്റിന് എന്ത് ചെയ്യാണ്? മാർക്കറ്റ് ഒരു സംശയത്തിൻ്റെ നിഴലിലാണ്. അപ്പോൾ ആ സംശയം ദൂരീകരണം എപ്പം വരുന്നു അന്നേരം മാത്രമേ നമുക്ക് മാർക്കറ്റിൽ ഒരു ക്ലിയർ പിക്ചർ കിട്ടത്തുള്ളൂ. എനിവേ, നമുക്ക് നാളത്തേക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ഇന്നത്തെ ഹൈ ആണ്. ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ഇന്നത്തെ ഹൈ നാളെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ടൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. ഇനി താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ ലോവസ്റ്റ് പോയിൻറ്റ്. ഈ പോയിൻറ്റ് നമുക്ക് ലോവസ്റ്റ് പോയിൻ്റായിട്ട് കണക്കാക്കാം. ഈ പോയിൻറ്റ് നമുക്ക് ലോവസ്റ്റ് പോയിൻ്റായിട്ട് കണക്കാക്കിയിട്ട് ഇത് നമുക്ക് റെഡാക്കാം. ഈ 2 പോയിൻ്റ് വെച്ച് നമുക്ക് ട്രേഡ് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ആകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നമുക്ക് സി നോക്കാം. ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പി നോക്കാം. ഇല്ല, ഇതിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിന് താഴോട്ട് ഇത് ഇൻവാലിഡാണ്. ഇതും കളഞ്ഞേക്കാം. ഇത് ഇൻവാലിഡാണ്. ഓക്കെ, ഇതിന് താഴോട്ട് നമുക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ വരാനുള്ള സാധ്യത ഉണ്ട്. അല്ല, മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇവിടം വരെ പോകുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം മാർക്കറ്റ് ഇവിടുന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുള്ളൂ. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ 2 ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് നാളെ ഉള്ളത്. അപ്പോൾ നാളെ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതുവരെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.